ഇന്ന് രാത്രി ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ഏകദൈവമാണ്, യേശുക്രിസ്തു നിത്യദൈവമാണ്, യേശുക്രിസ്തു സത്യദൈവമാണ്, യേശുക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാണ് അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ഇന്നും ജീവിക്കുന്ന ദൈവം. ഒരമ്മ മാത്രം ഇരുന്ന് ഗ്ലോറിയും ഹാലേലുയാ പറയുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. ആകെല്ലാം വന്ന് മണലിൽ വെറുതെ കിടക്കുക. അതുകൊണ്ട് നമുക്ക് ചേർന്നൊരു പാട്ട് പാടാം. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പൊ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നതും ആശിക്കുന്നതും തെളിയിക്കുന്നതും യേശുക്രിസ്തുവിന്റെ ദൈവത്വം. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. പൗലോസ് വേറൊരു ഭാഗത്ത് കൊടുത്ത പദം നമുക്കെല്ലാം മനഃപാഠമാ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. എനിക്ക് ആ വാക്യം വളരെ താല്പര്യമുള്ളൊരു വാക്യമാണ്. അതൊന്ന് വായിച്ചേര്. തീത്തോസ് 2:11 മുതൽ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്ന മതി. എല്ലാ ഭാഗവും വായിക്കണ്ട. ആ പറ നമുക്കെല്ലാം വളരെ മനഃപാഠമായ ഒരു വാക്യമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവം, ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം, അല്ലാതെ ഒരു ഏരിയ മാത്രം സൃഷ്ടിച്ച ദൈവം അല്ല. ഞാൻ ഈ ഏരിയ സൃഷ്ടിച്ചോളാം, നിങ്ങളെല്ലാം പോയി വേറെ ഏരിയ വല്ലതും സൃഷ്ടിക്കുക. സർവവും സൃഷ്ടിച്ച ദൈവം. അതാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും നമുക്ക് മനഃപാഠമാവും. ഒന്ന് വായിച്ചോ. ഇന്ന് വാക്യം വായിച്ചു കുഴയും, എന്നാലും വായിച്ചോ. വാക്യമല്ലേ 4:11 വെളിപ്പാട്. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അപ്പോൾ അവിടെ കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനാ. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശുക്രിസ്തുവാണ് സർവത്തെ സൃഷ്ടിച്ചവൻ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കൂടിനാട്ട് നക്ഷത്രങ്ങളെയും എന്ന് വേണ്ട ഭൂചര ഖേചര വസ്തുക്കളെയും
സകലത്തെ സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു. കൊലോസ്യ ലേഖനത്തിൽ ആ കാര്യം പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 1:15 മുതൽ എന്ന് വായിച്ചേ മോളെ. 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യം, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സർവ സൃഷ്ടിക്കും ആദിജാതനാ ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സർവ സൃഷ്ടിക്കും ആദിജാതനായ, സർവത്തെ സൃഷ്ടിച്ചവനായ, സർവത്തെ നിയന്ത്രിക്കുന്നവനായ, സർവചരാചരങ്ങളെ നിർമ്മിച്ചവനായ, സർവശക്തനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമാ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ നൽകട്ടെ. അതേ സമയത്ത് ഞാൻ ഭയപ്പെടുന്നു 9 മണിക്ക് മുൻപ് തന്നെ പ്രസംഗം നിർത്തും. കർത്താവിന് മഹത്വം. ദൂരെ പോകേണ്ടവരുണ്ടല്ലോ. തന്നെയല്ല, ഇത് പ്രാരംഭ ദിവസമാണ്. അപ്പം അതിൻ്റെതായ പല ക്രമീകരണങ്ങളുണ്ട്. ഈ പ്രാരംഭ ദിവസമാണല്ലോ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അത് പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ദീർഘമാക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്, ജീവനുള്ള ദൈവം. ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ഈ ഏരിയയിലുണ്ടോ എന്നറിയത്തില്ല. അവരെ സാക്ഷിക്കാരെന്നാ പറഞ്ഞത്. സാക്ഷി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഏതേലും ഒരു സാക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. സാക്ഷിക്കുള്ളതാ മുമ്പേ വായിച്ച വാക്യം. അത് ഉറങ്ങിയിരിക്കാതെ അത് കുറിച്ചോണ്ട് പൊക്കോണം. സാക്ഷിക്ക് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. തോമസ് പറഞ്ഞ പദം നമുക്കെല്ലാം മനഃപാഠമാ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. പൗലോസ് വീണ്ടും ക്രിസ്തുവിനെ പറ്റി ഒരു പദം പറയുന്നുണ്ട്. അതും വളരെ ചിന്തനീയമാണ്, നല്ല വാക്യമാണ്, സാക്ഷിക്ക് വളരെ പ്രയോജനം വരുന്ന വാക്യമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എബ്രായ ലേഖനം 1:7. സാക്ഷി അത് കുറിച്ചെടുത്തോണം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിശാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അടുത്തത് അടുത്ത വാക്യം. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനെ സംബോധന ചെയ്ത് പറയുക. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാ. അവൻ ദൈവമാ. അവൻ ജീവനുള്ള ദൈവമാ, സത്യദൈവമാ, ഏകദൈവമാ, ജീവിക്കുന്ന ദൈവമാ. യേശുക്രിസ്തു മാത്രം ദൈവം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനാ, കിഞ്ചിനേരം കൊണ്ടഖില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിനേരം കൊണ്ടഖില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യദൈവമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ യേശു ക്രിസ്തു ഏക ദൈവം. ഈ മോനെ ഈ പരുവത്തിന് നന്നായി വരുന്നുണ്ട്.
യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, സത്യദൈവം. അപ്പൊ ക്രിസ്തുവേശുവിന്റെ ദൈവത്വമാണ് പൗലോസ് ഈ കൊലോസ്യ ലേഖനത്തിൽ തെളിയിക്കുന്നത്. ആട്ടെ, നമ്മൾ എടുത്ത വാക്യത്തോടെ കൂറു പുലർത്തണമല്ലോ. എൻ്റെ ചിന്താവിഷയം ഈ 1-3 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങളിൽ സുവിശേഷത്തിന്റെ 6 വിശേഷതകൾ അല്ലെങ്കിൽ 6 സവിശേഷതകൾ. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഈ നല്ല വാർത്ത അതാ. മോശമായ വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ എല്ലാം കർണം തഴമ്പിച്ചിരിക്കുക. പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ചെവി പൊത്തുക. ഓ മതി അല്ലേ? പേപ്പർ എടുത്താൽ മുഴുവൻ കൂടുതൽ മോശമായ വാർത്തയാണ്. ഒരു പേജ് മുഴുവൻ പീഡനത്തിന്റെ പരമ്പരയാണ്. അത് തുടർക്കഥ പോലെ, നല്ല വാർത്തയല്ല. ആ ചരമകോളത്തിന്റെ വലതുവശത്തെ പേജിലാണെങ്കിൽ എല്ലാം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എല്ലാം ചെറുപ്പക്കാര്, പിള്ളേര് ആക്സിഡന്റ് മരിക്കുന്നത് അല്ലേ? ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. 18 വയസ്സും 20 വയസ്സും 22 വയസ്സും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും MBBS പഠിക്കുന്നതും ഒക്കെ ആയ യൗവനക്കാര് പിള്ളേര്, ചെറുപ്പക്കാര് പിള്ളേര് പെട്ടുമരണം. ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. പിന്നെ പിള്ളേരോടും കുറച്ച് കാര്യമൊക്കെ മാതാപിതാക്കളും പിള്ളേരുടെ ചിത്താന്തത്തിൽ തുള്ളരുത്. പറഞ്ഞ ഉടനെ ബുള്ളറ്റ് മേടിച്ച് കൊടുക്കരുത്. കടം മേടിച്ചാന്നേലും ലോൺ എടുത്താന്നേലും ഉടനെ ബുള്ളറ്റ്, കാളക്കൊമ്പ് പോലെ 2 കൊമ്പും ഒരു കീറി പറഞ്ഞ പാൻറ്റും. പണ്ട് പാൻറ്റ് കീറിയാൽ നമ്മൾ തയ്ച്ചേച്ചി അത് വീട്ടിലുണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പം അത് പറിച്ച് കീറിയാച്ചാ ഇവൻ ഇറങ്ങുന്നത്. മോഡേൺ എന്നുവെച്ചാൽ വലിയൊരു മൊബൈലും. ആ പോക്ക് കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ചെന്ന് 18 വീലുള്ള റോഡിൽ ലോറിയുടെ അടിയിലോട്ട് വരാതിരിക്കട്ടെ. പക്ഷെ ആ പെരുമരണ വാർത്ത കേൾക്കുമ്പോൾ ഹൃദയം തകരുക. ഒരു കുഞ്ഞിനെ വളർത്തി പ്രാപ്തിയാക്കി കൊണ്ടുവരുന്നത് എന്ത് കഷ്ടപ്പെട്ട. അതിങ്ങനെ പൊലിഞ്ഞു പോകുമ്പം ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. മക്കളില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ അതൊരു പെൺകുട്ടി. തലയെ വെച്ച പേനിരിക്കും, താഴെ വെച്ച ഇറുമ്പരിക്കുമെന്ന് ഓർത്ത് വളർത്തിയതാ. ഞാൻ പറയുന്നത്, പൊതുവിൽ പറയുന്നത്, എത്ര ഭൂഷണമാന്തരികത്തിൽ നിങ്ങൾ എന്നെ പരിഹസിക്കും. എന്നിരുന്നാലും 20 വയസ്സായപ്പോൾ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. കേൾക്കുന്നവർക്ക് രസകരമായി തോന്നും. പക്ഷേ അപ്പനും അമ്മയ്ക്ക് എന്ത് ഹൃദയം തകരുക. നല്ല വാർത്തയല്ല. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ, ജനിപ്പിച്ച അപ്പൻ, കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പൻ, പിള്ളേർക്ക് ഇപ്പൊ കാശും പൊസിഷനും ഒക്കെ ആയപ്പോൾ അപ്പനെ അമ്മയും ഒരു ചതുർത്ഥിയായിട്ട് തോന്നി അവരെ ഇപ്പം വൃദ്ധസദനത്തിൽ ഇട്ടിരിക്കുക. അപ്പനെ അമ്മയെ അന്വേഷിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നീക്കുക. ആ വൃദ്ധസദനത്തിലും ആശ്വാസഭവനെയൊക്കെ കടന്ന് ആ അമ്മയ്ക്കും അപ്പനും എന്ത് മനോവേദന കാണും. ഹൃദയമുള്ളവർക്ക് ഇത് തകരുന്ന വാർത്തയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരും അപ്പനെ അമ്മയും നോക്കാത്തവരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ചിലപ്പോൾ കൺവെൻഷന്റെ മുൻനിര നിന്നെന്നും വരാം, മുഴുത്ത ബാഡ്ജുമൊക്കെ കുത്തി. നിങ്ങൾ പിന്നെ മാതാപിതാക്കളെ അന്വേഷിക്കുന്നവരാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതേലും ഒരുത്തം വന്നിട്ടുണ്ട്, നീ മാനസാന്തരപ്പെട്ടോണം. അപ്പനെ അമ്മയെ നോക്കിക്കോണം. അപ്പനെ അമ്മയെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്ന കാര്യമല്ല. മോശമായ വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ കർണം വല്ലാതിരിക്കുക. എന്നാൽ നമ്മുടെ കാതിന് കുളിർമ തരുന്ന ഒരേ ഒരു വാർത്തയുള്ളൂ, സുവിശേഷം. മാനവജനതയുടെ കാതിന് കുളിർമ തരുന്ന ഒരേ ഒരു വാർത്ത, നല്ല വാർത്ത. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കായിട്ട് ഒരു ശിശു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അത് സുവിശേഷമാണ്. സുവിശേഷം വന്നതല്ലയോ സകലത്തിനും മാറ്റം വന്നത്. സുവിശേഷം എത്തിയത് കൊണ്ടല്ലയോ സകലത്തിനും അത് വ്യത്യാസം വന്നത്. മനുഷ്യനെ അറയ്ക്കുന്ന സംസ്കാരം എന്ന് പറയാൻ ഒക്കത്തില്ല. അറപ്പുളവാക്കുന്ന ചില ആ സംസ്കാരം എന്ന് ഞാനങ്ങ് പറയുക, നീ ഒരു ഉടക്കുണ്ടാക്കണ്ട. വൃത്തികെട്ട അറപ്പുളവാക്കുന്ന ചില സംസ്കാരം മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെന്തൊക്കെയാണെന്ന്
അടുക്കിടക്കായിട്ട് പറഞ്ഞാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. പക്ഷെ അതിന് ഞാൻ ഇന്ന് മുതിരുന്നില്ല. മനുഷ്യനെ അറപ്പുളവാക്കുന്നതാ. അതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് അവന് സുവിശേഷമാണ്. അതെ, ഈ കണ്ണികയ്ക്കകത്ത് സുവിശേഷത്തിന്റെ 6 വിശേഷത, 6 സവിശേഷതകൾ. അതിലൊന്ന്, ഈ സുവിശേഷത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് സത്യവചനമാ സുവിശേഷം. ആ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. മതി. സുവിശേഷത്തിന്റെ സത്യവചനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ 6 വിശേഷതകളിൽ ഒന്ന്, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത് സത്യവചനമാണ്. മറ്റു പല കാര്യങ്ങളും പൊളിയാ, കള്ളത്തരമാ, പോസ്ക, കെട്ടുകഥയാ, അമ്മമ്മ കഥയാ, ഉമ്മാക്കി കഥയാ, കെടുവക്കഥയാ. പണ്ട് 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 ചുമ്മാതാ. പണ്ട് നീട്ടി പറഞ്ഞാൽ വല്ലതും സത്യമാകുമോ? പണ്ട് അമ്മമ്മ കഥയും കെടുവക്കഥയും പിന്നെ പൈങ്കിളിക്കഥയും ഇതൊക്കെയാ ഇന്നത്തെ പലതും. എന്നാൽ സുവിശേഷം കെട്ടുകഥയും അമ്മമ്മ കഥയും കെടുവക്കഥയും ഉമ്മാക്കി കഥയല്ല. സുവിശേഷം സത്യവചനമാണ്. ഇത് മാത്രമാ സത്യവചനം. എന്താ ഈ സുവിശേഷം സത്യവചനമാകാൻ കാരണം? ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. 3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. ഇത് തന്നെ എഫേസ്യ ലേഖനം 1:13 സത്യവചനം എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനോട് ചേർത്തൊന്ന് വായിച്ചേര്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. സുവിശേഷം എന്ന സത്യവചനം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് സത്യവചനമാണ്. ഈ സുവിശേഷം സത്യവചനമാകാൻ കാരണം എന്താ? എന്റെ കാരണം പറയാം. ഈ സുവിശേഷം സത്യദൈവത്തിൽ നിന്നാ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് സത്യവചനം, സത്യദൈവം. കാരണം ആദ്യം സുവിശേഷം അങ്ങോട്ട് പറയുന്നത് ആ ദൂതന്മാരല്ലേ, അവരില്ലയോ പറഞ്ഞ ഞങ്ങൾ സുവിശേഷിക്കുന്നു. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേര്. ലൂക്കോസ് 2:10. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുക. ആ 8-ാം അധ്യായത്തിൽ താഴോട്ടുള്ള വാക്യം പഠിക്കുമ്പോൾ സുവിശേഷത്താൽ മാനവജനതയ്ക്കുണ്ടായ ധാരാളം നേട്ടങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, മനുഷ്യവർഗത്തിന്റെ ഇരുട്ട് മാറി. ആ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച മോളെ. എൻ്റെ വിഷയമല്ലെങ്കിലും ചിന്ത വരുന്നത് കൊണ്ട് 8 മുതലുള്ള വാക്യം വായിച്ച. ലൂക്കോസിന്റെ സുവിശേഷം 2:8 മുതൽ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു. ഇത് രാത്രിയിലെ സംഭവമാണ്. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിന്റെ തേജസ്സരെ ചുറ്റും എന്നോട് വായിച്ചു. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ കണ്ണിക നന്നായിട്ട് പഠിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ചില പ്രത്യേകതകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇരുട്ട് മാറ്റിയതാ സുവിശേഷം. കാരണം ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. രാത്രി ഒരു തേജസ് അവരെ ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ സുവിശേഷം. നിന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ട് മാറ്റാൻ പര്യാപ്തമായത് ഒന്നേ ഉള്ളൂ, അത് നിർമ്മല സുവിശേഷമാണ്. നിന്റെ കുടുംബത്തിനകത്ത് അന്ധകാരം മാറണമെങ്കിൽ ക്രിയകളോ കർമ്മമോ തീർത്ഥയാത്രയോ തീർത്ഥാടനമോ ഒന്നും കൊണ്ട് പരിഹാരം വരത്തില്ല. പരിഹാരം ഒന്നുകൊണ്ടേ ഉള്ളൂ. സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ കുടുംബത്തിൽ പ്രകാശിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും. ദേശത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ ദിവ്യ വെളിച്ചമാകുന്ന ക്രൂശിനെ ഉയർത്ത്, യേശുവിനെ ഉയർത്ത്. ദേശത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടാകും. അപ്പോൾ സുവിശേഷം ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാണ്.
എൻ്റെ സബ്ജക്റ്റ് ആ ഭാഗമല്ല, അതുകൊണ്ട് അത് വിസ്തരിക്കുന്നില്ല. അവിടെ